ക്രൂര കൊലപാതകങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. തുടരെ മനസ്സ് മരവിപ്പിക്കുന്ന കൊലപാതക വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി കാർന്നു തിന്നുകയാണോ നമ്മുടെ നാട്? അത്തരത്തിലും സൂചനകൾ നൽകുന്ന കൊലപാതകങ്ങൾ ഈ അടുത്തായി ഉണ്ടായി. ചേന്നമംഗലത്ത് 3 പേരെ വീട്ടിൽ കയറി തലക്കടിച്ചു കൊന്നത് കുരുന്നുകളുടെ മുന്നിലിട്ട്. പേരേപ്പാടം കാട്ടിൽപ്പറമ്പിൽ വേണു, ഉഷ, മകൾ വിനിഷ എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. വിനിഷയുടെ ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. പ്രതി കണിയാപ്പറമ്പിൽ ഋതു. അമ്മയെ തലക്കടിച്ചു കൊല്ലുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന 6ാം ക്ലാസ്സുകാരി ആരാധ്യയും 1ാം ക്ലാസ്സുകാരി അവനിയും കടന്നുപോകുന്ന മാനസികാവസ്ഥ എന്താകുമെന്ന് വിവരിക്കാൻ വാക്കുകളില്ല. ഞങ്ങളിവിടെ കേസ് കൊടുത്തതായിരുന്നു കഴിഞ്ഞ മാസം. ഇവിടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതാണ്, വെട്ടി കൊല്ലുമെന്നും പറഞ്ഞ് ഞങ്ങൾ 2 വീട്ടിൽ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് എല്ലാം കൊടുത്തു. ഈ രണ്ട് വീട്ടിലുള്ളവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു പറഞ്ഞ് പിന്നെ വെട്ടിക്കൊല്ലുമെന്നും പറഞ്ഞതാണ്. ഞങ്ങൾ പെറ്റീഷനിൽ അത് എഴുതി കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. ഇവനെതിരായിട്ട് പറയില്ല, പേടിയാണ് ഇവനെ. ഞാൻ ഇന്നലെ അത് CI സാറിനോട് പറഞ്ഞു. കാരണം ആ പെറ്റീഷൻ കൊടുത്തിട്ട് ആ പെറ്റീഷൻ മാന്യമായിട്ട് നോക്കായിരുന്നെങ്കിൽ ഇനി ഈ പ്രശ്നം ഇവിടെ സംഭവിക്കില്ലായിരുന്നു. ചേന്നമംഗലം കൂട്ടക്കൊലപാതകം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത കൊലപാതകം നാടിനെ നടുക്കി. താമരശ്ശേരിയിൽ കിടപ്പ് രോഗിയായ അമ്മയെ മകൻ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് അടിവാരം 30 ഏക്കറിൽ കായിക്കൽ സ്വദേശിനി സുബൈദ. 25-കാരനായ മകൻ ആഷിഖ് ലഹരിക്കടിമ. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പിലായ സുബൈദയെ കാണാനെത്തിയതാണ് ആഷിഖ്. ബംഗളൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് ആഷിഖ് കോഴിക്കോട് എത്തിയത്. ഇടുക്കിയിൽ പിതാവ് കാപ്പിത്തടി കൊണ്ട് മകനെ അടിച്ചുകൊന്നത് ഇക്കഴിഞ്ഞ 14-നാണ്. സംഭവം ഇടുക്കി രാമക്കൽമേടിൽ. അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ ഗംഗാധരൻ പിതാവ് രവീന്ദ്രനുമായി വഴക്കിട്ടു. ഇതിനിടെ രവീന്ദ്രൻ കാപ്പിത്തടിയെടുത്ത് മകനെ അടിച്ചു കൊന്നു. പതിനഞ്ചുകാരൻ 17-കാരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ. ഉറങ്ങിക്കിടന്ന കൂട്ടുകാരനെ ചുറ്റിക കൊണ്ടടിച്ച് കൊല്ലാൻ പ്രേരിപ്പിച്ചത് തലേ ദിവസത്തെ വഴക്ക്. കേരളം പുതുവർഷത്തിലേക്ക് ഉണർന്നത് തന്നെ ക്രൂര കൊലപാതക വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ലഹരിക്കടിമകളായ വിദ്യാർത്ഥികൾ യുവാവിനെ കുത്തിക്കൊന്നത് തൃശൂരിൽ. കൊല്ലപ്പെട്ടത് പുത്തോൾ സ്വദേശി ലിവിൻ. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തായിരുന്നു സംഭവം. പ്രതികൾക്ക് പ്രായം 14ഉം 16ഉം. കൊടും പാതകങ്ങൾ അറുതിയില്ലാതെ തുടരുമ്പോൾ മനുഷ്യ മനസാക്ഷി ചോദിച്ചു പോകുന്നു, കേരള നാടിന് എന്താണ് സംഭവിക്കുന്നത്? റിസർച്ച് ഡെസ്ക് 24.